നമസ്കാരം. കോൺഗ്രസിന് 1823 കോടിയുടെ ആദായ നികുതി വകുപ്പ് നോട്ടീസ്, CPM-ന് 15 കോടിയുടെ നോട്ടീസ്, CPI-ക്ക് 23 കോടിയുടെ നോട്ടീസ്, TMC നേതാവ് സാകേത് ഗോഖലേക്ക് 72 മണിക്കൂറിനിടെ കിട്ടിയത് ആദായ നികുതി വകുപ്പിന്റെ 11 നോട്ടീസ്. അങ്ങനെ BJPക്ക് ആദായകരമാകുന്ന നീക്കവുമായി ആദായ നികുതി വകുപ്പ് ഇന്ത്യ സഖ്യത്തിലെ ഓരോരുത്തരിലേക്കായി നീങ്ങുന്നു. ED-ക്ക് ഇടയ്ക്കൊക്കെ ഒരു വിശ്രമം വേണ്ടേ എന്ന മട്ടിൽ. എവിടേക്കാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ BJP കൊണ്ടുചെന്നെത്തിക്കുന്നത്? ജർമ്മനിക്കും US-നും പിന്നാലെ ഇന്ന് UN-ഉം ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനവിധിക്ക് നാളുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ജനാധിപത്യം അസാധാരണമായ പരീക്ഷണ കാലത്തെ നേരിടുകയാണോ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. പാപ്പരാക്കി പാട്ടിലാക്കുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് M. ലിജു, BJP-യിൽ നിന്ന് PR ശിവശങ്കർ, സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ M. ലിജു, നിങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ നിയമപരമായ അവസരങ്ങൾ കിട്ടി, ചിലത് ഉപയോഗിച്ചില്ല, ചിലത് വൈകിപ്പോയി, അതിൻ്റെ ഭാഗമായി തിരിച്ചടി. അങ്ങനെയാണ് ഈ നടപടികളെയെല്ലാം കേന്ദ്ര സർക്കാരും BJP-യും ന്യായീകരിക്കുന്നത്. അതിനുള്ള മറുപടി എന്താണ്? നേരത്തെ വേണു പറഞ്ഞാണ് എൻ്റെ കറക്റ്റ് വാക്ക്. ഇന്ത്യൻ ജനാധിപത്യം അസാധാരണമായ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ഏറ്റവും നിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യുന്നു. അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം പിടിച്ചെടുക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ രാഷ്ട്രീയ സഖ്യത്തിലെ കക്ഷികൾക്കെല്ലാം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയക്കുന്നു. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഒരു അടിയന്തരാവസ്ഥ, സാമ്പത്തിക ഭീകരത സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഗ്രൗണ്ടുകളിൽ ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന് നേരെ ഉയർത്തപ്പെടുന്ന ആരോപണം, അതായത് കോൺഗ്രസിലെ സീതാറാം കേസരിയുടെ കാലഘട്ടം മുതലുള്ള ഇൻകം ടാക്സ് അസസ്മെൻറ്റുകളിൽ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് 1823 കോടി രൂപയുടെ നോട്ടീസ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. 135 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റുകൾ പ്രകാരമുള്ള കണക്കുകൾ കോൺഗ്രസ് പാർട്ടി പരിശോധിച്ചതിൽ വെച്ച് സമാനമായ കാലഘട്ടത്തിൽ BJPക്ക് 4617 കോടി 58 ലക്ഷം രൂപയുടെ ഫൈൻ സമാനമായ സാഹചര്യത്തിൽ അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ BJPയെ സംബന്ധിച്ച് ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള നോട്ടീസുകളോ ഫൈനുകളോ ഇല്ല. അപ്പോൾ വളരെ കൃത്യമായ രീതിയിലുള്ള ഇരട്ടത്താപ്പ്, വളരെ ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കേണ്ട പണം, അവരുടെ നേതാക്കന്മാർക്ക് ക്യാമ്പയിനായി സഞ്ചരിക്കേണ്ട പണം, അവരുടെ പ്രചരണ സാമഗ്രികൾക്കുള്ള പണം, ഇതെല്ലാം തന്നെ പിടിച്ചെടുത്ത് ഈ രാജ്യത്തെ ഒരു ഏകാധിപത്യ ഭരണകൂടമാക്കി നീക്കാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ വിദേശ രാജ്യങ്ങൾ പോലും ആശങ്ക അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു. ജർമ്മനിയും US-ഉം എന്തിനേറെ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പോലും ആശങ്ക പ്രകടിപ്പിച്ച വിവരം ഇപ്പോൾ വേണു പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യം ലോകത്തിന് മുമ്പിൽ തന്നെ ആശങ്കപ്പെടുകയാണ്. ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിലവിലുള്ള രാജ്യത്തിന്റെ ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന BJPക്കെതിരെ ഇന്നിപ്പോ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലിജു ഉന്നയിക്കുന്നത്. എന്താണോ കോൺഗ്രസിനെ സംബന്ധിച്ച് IT-യുടെ കണ്ണിൽ ബാധകമാകുന്നത്, അതേ കാര്യങ്ങൾ നിങ്ങൾക്കും ഒരു മാനദണ്ഡമെന്ന നിലയിൽ ബാധകമായാൽ നിങ്ങൾ അടയ്ക്കേണ്ടത് 4617 കോടി രൂപയാണ്. എന്തുകൊണ്ട് അങ്ങനെയൊരു നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിയില്ല? നോക്കൂ വേണു, ഈ BJPയുടെ ഇലക്ട്രൽ കണക്കുകളിൽ ഇവർ തെറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് BJPയോട് മറുപടി ചോദിച്ചിട്ടുണ്ടോ, അത് BJP കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ലിജുവോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുകളോ നിശ്ചയിക്കേണ്ട കാര്യമല്ല. ഇനി അവർക്ക് അത്തരത്തിൽ നിശ്ചയിക്കാം, അതിനകത്ത് അഴിമതിയുണ്ട്, അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഏകാധിപത്യപരമായ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം വേട്ടയാടുന്നു എന്നുള്ള രീതിയിൽ കണക്കുകളുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിൽ ചോദിക്കാവുന്നതാണ്. സത്യത്തിൽ അവർ ചെയ്യേണ്ടത് അവരുടെ കണക്കുകൾ ശരിയാണോ, ലെറ്റ് ദേ ക്ലിയർ ദെയർ അക്കൗണ്ട്സ്, അതല്ലേ ശരി. സ്വന്തം വീട് അടുക്കും ചിട്ടയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള IT ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ. ഇതിലെ പ്രശ്നം അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾക്ക് ഈ കാര്യങ്ങൾ സാങ്കേതികമായി പരിശോധിക്കാം, ഹൈക്കോടതിക്ക് പരിശോധിക്കാം, ഇനിയിപ്പോൾ അടുത്ത ദിവസം സുപ്രീം കോടതിയിലേക്ക് കോൺഗ്രസ് പോകുമെന്ന് പറയുന്നു, സുപ്രീം കോടതിക്ക് പരിശോധിക്കാം.
പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് സാങ്കേതികവും ഈ പറയുന്ന നീതിന്യായ വ്യവഹാരവും ഇതിനൊക്കെ അപ്പുറത്ത് ഒരു രാഷ്ട്രീയ വ്യവഹാരമുണ്ടല്ലോ, അതിനുമുണ്ടല്ലോ രാജ്യത്തിനൊരു ജനാധിപത്യ പൈതൃകം. അതിലൊന്നും കാണാത്ത രൂപത്തിലുള്ള ഒരു അസാധാരണമായ സാഹചര്യം എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു? ഞാൻ മറ്റുള്ളവരുടെ കാര്യം വിടും. വേണു പറയുകയാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനിയന്ത്രിതമായി പണം സ്വരൂപിക്കുവാനും അവർ സ്വരൂപിച്ച പണം രാജ്യത്തെ ഒരു ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ കോടതിക്കോ ഒന്നും ചോദ്യം ചെയ്യാൻ പെടാത്ത രീതിയിലുള്ളതാണ് എന്നും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ അതിന് കീഴെ ഇതിലെ പ്രശ്നം ഈ പറയുന്ന ഏജൻസികൾക്ക് ഉത്സാഹം വർദ്ധിക്കുക, ഇനി നീതിന്യായ സംവിധാനങ്ങൾക്ക് പോലും അത്യുത്സാഹം വർദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വരുന്ന ഹർജിക്കാരുടെ ഹർജികൾ തള്ളുക, ഇതൊക്കെ സ്വാഭാവികമെന്ന് കരുതാനും അസ്വാഭാവികമെന്ന് കരുതാനും കഴിയുന്ന സന്ദർഭങ്ങളുണ്ട്. നാം ഒരു സവിശേഷമായ രാഷ്ട്രീയ സന്ദർഭത്തിലാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഈ പ്രവൃത്തികളെ ഒന്നും പരിശോധിക്കാനോ വിലയിരുത്താനോ കഴിയില്ല. ഇപ്പൊ പാകിസ്ഥാനിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലല്ലേ അതിവേഗം കുറെ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ നാം എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്ത് തരത്തിലുള്ള ആശങ്കയാണ് അത് ലോക ജനാധിപത്യത്തിന് മേൽ ഉയർത്തുന്നത്? സമാനമായ സാഹചര്യം ഇന്ത്യയിലും ഉണ്ടാകുന്നു. വേണു സമാധാനപരമായി വേണമെന്ന് ചിന്തിച്ചു നോക്കൂ. 5 വർഷമോ 10 വർഷമോ ഒരു രാഷ്ട്രീയ പാർട്ടി നിരന്തരം കണക്കിൽപ്പെടാത്ത പണമെല്ലാം എടുത്തുകൊണ്ട് അവർ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാനോ അതല്ലെങ്കിൽ നല്ല രീതിയിൽ നേരിടുവാനോ പോവുകയാണെങ്കിൽ ആ സമയത്തല്ലേ ഒരു രാജ്യത്തെ ഭരണകൂടവും അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റും അതിനെ ചെക്ക് ചെയ്യേണ്ടത്? നമുക്കറിയാമല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴാണ് തിരഞ്ഞെടുപ്പ് പണം വേട്ടയാടുന്നത്? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അപ്പോൾ പറയുകയാണ് ഇല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വേട്ടയാടേണ്ടത് ഇപ്പോഴല്ല, ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം 20 ദിവസം മുമ്പ് പിടിക്കണമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർ സ്വരൂപിച്ച നിയമപരമായി അല്ലാതെ സ്വരൂപിച്ച അല്ലെങ്കിൽ രാജ്യത്തെ നിയമത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് രീതിയിലൊന്നുമല്ലാതെ സ്വരൂപിച്ച പണമെടുത്ത് ഉപയോഗപ്പെടുത്തുമെങ്കിൽ ജനാധിപത്യത്തെ രക്ഷിക്കുവാൻ ഭരണഘടനയും അതുപോലെ തന്നെ സർക്കാരുകളും ഉദ്യോഗസ്ഥന്മാരും ഇടപെടേണ്ടത് ആ സമയത്തല്ലേ? അതിനെ വേണുവിനെ പോലുള്ള ഇത്തരം ഒരു സന്ദർഭത്തിൽ സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് കൃഷ്ണനും കുചേലനും അവിൽപ്പതിയുമായി പ്രധാനമന്ത്രി ഇറങ്ങിയത്. അല്ല ഒരു സെക്കൻഡ്, 600 പേർ സുപ്രീം കോടതി അടക്കമുള്ള നീതിന്യായ സംവിധാനങ്ങളെ ആരൊക്കെയോ പിടിച്ചു കുലുക്കുന്നു എന്ന ആശങ്ക രേഖപ്പെടുത്തുമ്പോൾ ഉടനെ എക്സിൽ പോയിട്ട് എഴുതുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി ഇതിനെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. അതേ പ്രധാനമന്ത്രി തന്നെ ഇലക്ട്രൽ ബോർഡിന്റെ വിധിയിൽ എന്താണ് സംസാരിച്ചത്? കൃഷ്ണൻ, കുചേലൻ, അവില്. അപ്പൊ ഇതൊക്കെ സെലക്റ്റീവായ പ്രതികരണങ്ങളാണ്. ഞാൻ അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, 2 ചോദ്യങ്ങൾ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോകാം, ഹൈക്കോടതിയിൽ പോകാം, അവിടെയൊക്കെ തിരിച്ചടി നേരിട്ടു എന്നതുകൊണ്ട് ഈ പറയുന്ന നടപടികളൊക്കെ നിയമപരമായി സാധുവാണ് എന്ന വ്യാഖ്യാനമാണ് BJP ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത്? അത് ഫോർമലായിട്ട് നിയമം നടപ്പാക്കുന്നു എന്ന് കാണിക്കുന്നു. പക്ഷേ അത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിലാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI പോലുള്ള സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അതിൽ ഡയറക്റ്റായിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ്. അവർക്ക് വേണ്ട ദിശയിൽ വേണ്ട പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രം അന്വേഷണം നടത്തും. ഡയറക്റ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ കഴിയാത്ത ചില സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് റിസർവ് ബാങ്കിൽ ഇവരുടെ തന്നെ ആൾക്കാർ അപ്പോയിന്റ് ചെയ്തിരുന്നവർ എത്ര പേരാണ് രാജിവെച്ച് പോയത്? അതിൽ ഊർജിത് പട്ടേൽ, പിന്നീട് ഒരു വിരാൽ ആചാര്യ, അരവിന്ദ് പാണഗാരിയ ചെയർമാനായിരുന്നു വൈസ് ചെയർമാനായിരുന്നു നിതി ആയോഗിൻ്റെ, അരവിന്ദ് സുബ്രഹ്മണ്യം, ഇവരൊക്കെ എന്തിനാണ് രാജിവെച്ച് പോയതെന്ന് നമുക്കറിയില്ല. ഇലക്ഷൻ കമ്മീഷൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വരുന്നു, ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത് സുതാര്യമായ ഒരു മാർഗത്തിലൂടെ ആയിരിക്കണം, അതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി അവരെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നു. ആ വിധിയെ മറികടന്നുകൊണ്ടൊരു നിയമം ഉണ്ടാക്കുന്നു. ആ നിയമത്തിൽ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തുന്നു. ശരി, പ്രധാനമന്ത്രി ഉൾപ്പെടുന്നു, പിന്നെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? 2:1, എല്ലാവരും യുണാനിമസ് ആയിട്ട് ഡിസൈഡ് ചെയ്യണ്ട. എന്നിട്ട് ഒരു വേക്കൻസി ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് പോകുന്നു. എന്തിനാണെന്ന് നമുക്കറിയില്ല. അതിനുശേഷം 2 ഇലക്ഷൻ കമ്മീഷണർമാരെ പെട്ടെന്ന് നിയമിക്കുന്നു. അല്ല, കോടതിയുടെ പരിഗണനയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കാര്യത്തിൽ ആ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പറയുന്ന നിയമനങ്ങൾ നടക്കുന്നത്. അതും അങ്ങ് ചേർത്ത് പറയണം.
എന്താണോ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ വിജ്ഞാപനം വരുന്നത്. ഒന്ന്. രണ്ട്, ഈ 200 പേരടങ്ങിയ ലിസ്റ്റ് അധീർ രഞ്ജൻ ചൗധരിക്ക് 6 കിട്ടുന്നത് നിമിഷാർദ്ധം കൊണ്ടാണ്. അതെന്ത് മറിമായമാണ്? ഈ 200 പേരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് 6 നിമിഷാർദ്ധം കൊണ്ട് ചുരുങ്ങുന്നത്? ഈ 10 പേരെങ്കിലും വേണമല്ലോ. 2 പേരെന്ന് പറയുമ്പോൾ 5 + 5 10 വേണമല്ലോ. അത് 6 എങ്ങനെ ചുരുങ്ങിപ്പോയി എന്ന് അത്ഭുതം കൂറുക മാത്രമാണ് സുപ്രീം കോടതി ചെയ്തത്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള സംഭവ പരമ്പരകളാണ്. പ്രശാന്ത് പത്മനാഭനെ തുടരാം. അതെ, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എത്ര സമർത്ഥമായിട്ടാണ് അവർ ദുരുപയോഗം ചെയ്യുന്നതെന്ന് കാണാനാണ് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ആ 200 പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു മനുഷ്യന് ഇമ്പോസിബിൾ ആണ്. ഓരോ പേരുകളും എടുത്തിട്ട് ഇതിനകത്ത് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേര് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നേരത്തെ അവർ പേര് ഡിസൈഡ് ചെയ്തിട്ട് ആദ്യമേ ഇത് ഞങ്ങൾ ലിസ്റ്റ് തരുന്നു എന്ന് പറഞ്ഞിട്ട് 200 പേര് തരുന്നു. അതിന് പിറ്റേ ദിവസം വരുമ്പോഴേക്കും 10 മണിക്ക് അത് 6 പേരായിട്ട് ചുരുങ്ങുന്നു. അതിൽ നിന്ന് 2 പേരെ പ്രധാനമന്ത്രിയും മന്ത്രിയും ഉൾപ്പെടുന്ന 2:1 മജോറിറ്റിക്ക് തിരഞ്ഞെടുക്കുന്നു, അപ്പോയിന്റ് ചെയ്യുന്നു, ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട്. സുപ്രീം കോടതിയിൽ ഇതുപോലെ ഇന്റർഫിയർ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. കാരണം ആ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തന്നെ ഇലക്ട്രൽ ബോണ്ട് ജഡ്ജ്മെന്റ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ, ആ ജഡ്ജ്മെന്റ് സുപ്രീം കോടതി വളരെ കർശനമായ ഒരു തീരുമാനം എടുത്തിട്ട് യുണാനിമസ് ആയിട്ട് 5 അംഗ ബെഞ്ച് ഒരുമിച്ച് പറഞ്ഞു നിങ്ങൾ ആ ഡീറ്റെയിൽസ് മുഴുവൻ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. നാഷണലൈസ്ഡ് ബാങ്കിനെ കൊണ്ട് ആ ബാങ്കിന് അതിനകത്ത് യാതൊരു റോളും ഇല്ല. SBIക്ക് വെറും ഒരു ഇന്റർമീഡിയറിയുടെ റോളേ ഉള്ളൂ. അവർ വന്നിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാണ് ഞങ്ങൾക്ക് ഇത് ഡീറ്റെയിൽസ് ഇല്ല. പക്ഷേ സുപ്രീം കോടതി സ്റ്റേൺ ആയിട്ടൊരു സ്റ്റാൻഡ് എടുത്തപ്പോൾ അത് പെട്ടെന്ന് ഫയൽ ചെയ്യേണ്ടി വരുന്നു. ഉടനെ ആം ആദ്മിയുടെ ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുന്നു. വേറൊരു മുഖ്യമന്ത്രി ഓൾറെഡി ജയിലിലാണ്. കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. ഒരു നാഷണൽ പാർട്ടി പടുത്തുയർത്തുക എന്ന് പറയുന്നത് 20-30 വർഷങ്ങൾ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ആം ആദ്മിക്ക് ഒരു നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ഉണ്ട്. കോൺഗ്രസ് ആണ് ഇപ്പോഴും BJPക്ക് നാഷണൽ ലെവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പോസിഷൻ. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്രയും പഴയ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ റീഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ അവരുടെ വക്താവ് ഔദ്യോഗികമായിട്ട് ഇന്ന് പ്രസ്താവന ഇറക്കിയത് സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ അത് ന്യായമല്ലേ എന്ന് തോന്നും. കാരണം ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. BJPക്ക് ഇതുപോലുള്ള സമാന സാഹചര്യങ്ങളിൽ കിട്ടിയ അന്വേഷിക്കുന്നില്ലേ എന്ന് ശ്രീ ശിവശങ്കർ ചോദിക്കുന്നു. പക്ഷെ ആരാണ് അന്വേഷിക്കേണ്ടത്? അവരെ ഓരോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെയും പാർട്ടിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും സ്റ്റാൻഡ് എടുക്കുന്നവർക്ക് അവിടെ നിന്ന് തുടരാൻ കഴിയാതെ രാജിവെച്ച് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇലക്ഷന് മുമ്പ് ബാക്കി പാർട്ടികളെ മുഴുവൻ സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ട് നേരത്തെ നോട്ട് ബാൻ നടത്തി എല്ലാവരും അതിനെ സാമ്പത്തികമായി തെറ്റായ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞു. അന്നത്തെ റിസർവ് ബാങ്ക് പോലും അതിനെ എതിർത്തതാണ്. അതൊരു പൊളിറ്റിക്കൽ തീരുമാനമായിരുന്നു. അതില് പണം കൈവശം വെച്ചിരുന്ന പാർട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. പണമില്ലെങ്കിൽ ഇവിടെ നമ്മൾ ചില പ്രസ്താവനകളൊക്കെ കണ്ടു. കോൺഗ്രസിന്റെ കയ്യിൽ തീരെ പണമില്ല. ആ പണമില്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ എല്ലാ പാർട്ടികൾക്കും തുല്യമായ ഒരു അവസരം കിട്ടുന്നുണ്ടോ? ജനാധിപത്യത്തിലെ മൾട്ടി പാർട്ടി ഡെമോക്രസിയാണ് ഇന്ത്യയുടേത്. നമ്മുടെ ചില രാജ്യങ്ങളിൽ ഇപ്പൊ ചൈന പോലുള്ള രാജ്യത്താണെങ്കിൽ ഏക പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ അവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, റഷ്യയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയെ മാറ്റാനാണോ ശ്രമിക്കുന്നത്? ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, താങ്കൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കരൻ അതിന് മറുപടി പറയട്ടെ. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഈ BJP ഈ രാജ്യത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അപ്പലേറ്റ് ട്രൈബ്യൂണലുകളുടെ മാഹാത്മ്യം നാം പറയേണ്ടതില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ നീതിപീഠങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി സാങ്കേതികത്വത്തിൽ ഊന്നി അവിടെ പരാമർശിക്കപ്പെടുന്ന അതേ കേസിൻ്റെ ഒരു വൃത്തത്തിലേക്ക് മാത്രം സ്വയം ചുരുങ്ങി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് എന്ത് സന്ദേശം നൽകുന്നു? BJP കരുതുന്നത് ഈ രാജ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം, പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം തങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നതാണ്. അവർ പറയുന്നത് 400 സീറ്റ് ഞങ്ങൾ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവർ തലയ്ക്ക് വെളിവുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ നിലയിലൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ സങ്കീർണതകൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ആലോചിച്ച്, ഇന്ത്യൻ്റെ ഹിസ്റ്ററി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള അവകാശവാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനാധിപത്യത്തിൻ്റെ പരിമിതമായ മര്യാദകൾ പോലുമില്ലാതെ തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കും. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ലേ, വേണ്ട, കുഴപ്പമില്ല. ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്, ഏജൻസികൾ ഞങ്ങളുടെ കൂടെയുണ്ട്, അധികാരം ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്ന മാതിരി ഭരിക്കും എന്ന മട്ടിലാണ് അവർ പറയുന്നത്. അത് പക്ഷേ ജനാധിപത്യത്തിൻ്റെ രീതിയല്ല, ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന രീതിയല്ല.
അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതിപക്ഷ കക്ഷികളുടെ നേരെ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രചാരത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഫണ്ടില്ലാത്തത് കൊണ്ട് വേണ്ട വിധം പബ്ലിസിറ്റി കൊടുക്കാൻ കഴിയുന്നില്ല, പോസ്റ്ററുകൾ ഒട്ടിക്കാൻ കഴിയുന്നില്ല, പിന്നെ മാധ്യമങ്ങളിലെ പ്രസാധനം എന്താ പറയുക പരസ്യങ്ങൾ കൊടുക്കാൻ കഴിയും. ഇതൊരു റിയാലിറ്റിയാണ്. BJPയുടെയും അതുപോലുള്ള പിന്നെ കാശുള്ള പാർട്ടികളുടെയും പ്രചാരവേല പ്രചണ്ഡമായിട്ട് നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിപക്ഷ കക്ഷികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു തരം ഫ്രോസൺ സിറ്റുവേഷനിലുള്ളത്. ഇത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല നാട്ടിൽ നടക്കുന്നത്. ശ്രീ എൻ പി ചെക്കുടി അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിഷയമല്ല. UN വക്താവ് പോലും പറയുകയാണ് നിഷ്പക്ഷവും സുതാര്യവും സമയബന്ധിതവുമായ നീതിന്യായ സംവിധാനത്തിന്റെ പ്രവർത്തനമടക്കമാണ് ലോകം പ്രതീക്ഷിക്കുന്നത് എന്ന്. ഇത് ഈ നീതിപീഠങ്ങളുടെ ചെവിയിലേക്ക് കയറാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ UN വക്താവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നിരന്തരമായി കേന്ദ്രത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പുരികമുയർത്തിക്കാട്ടുകയും അനിഷ്ടം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അമേരിക്കയുടെ മറുപടി അങ്ങയുടെ ശ്രദ്ധയിലുണ്ടല്ലോ. മാത്യു മില്ലർ പറഞ്ഞത്, വി ആർ ഓൾസോ അവെയർ ഓഫ് ദ കോൺഗ്രസ് പാർട്ടീസ് അലിഗേഷൻസ് ദാറ്റ് ടാക്സ് അതോറിറ്റീസ് ഹാവ് ഫ്രോസൺ സം ഓഫ് ദെയർ ബാങ്ക് അക്കൗണ്ട്സ് ഇൻ എ മാനർ ദാറ്റ് വിൽ മേക്ക് ഇറ്റ് ചലഞ്ചിങ് ടു effectively campaign in the upcoming elections. And we encourage fair, transparent and timely legal process for each of these issues. ഇതിപ്പോൾ നമ്മുടെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടൽ എന്ന ഒരു ദുർവ്യാഖ്യാനമാണ് വരുത്തുന്നത്. അങ്ങനെയല്ല. ലോകത്തെവിടെ ജനാധിപത്യം ഈ രൂപത്തിൽ വെല്ലുവിളി നേരിടുന്നു, എവിടെയാണോ ഒരു സർക്കാർ സംവിധാനം ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക മര്യാദകൾ ലംഘിച്ചുകൊണ്ട് അമിതാധികാര പ്രവണത കാണിക്കുന്നത്, പ്രത്യേകിച്ചും അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡായി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഏകപക്ഷീയമായി പ്രവർത്തിക്കുകയാണ്. അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടലാണോ? അല്ല. ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഉത്കണ്ഠയ്ക്കൊപ്പമുള്ള നിൽപ്പല്ലേ അത്? അല്ല, തീർച്ചയായും ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഈ ഇന്ത്യയുടെ ഡെമോക്രസി എന്ന് പറയുന്നത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്നതല്ല. ഇന്നത്തെ ലോകത്ത്, ഇന്നത്തെ ആഗോള സംവിധാനത്തിനകത്ത് ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റെല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. നമ്മുടെ അയൽവക്കത്തുണ്ടായിരുന്ന ശ്രീലങ്കയിൽ ഒരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ദീർഘകാലം അനുഭവിച്ച ഇന്ത്യയാണ്. കാരണം അവിടെ നിന്ന് വന്ന ആളുകളെ നമ്മളാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നത്. ബർമയിൽ ഇപ്പോൾ നടക്കുന്ന ബർമയിലെ സംഘർഷങ്ങളുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടായപ്പോൾ ബംഗ്ലാദേശിനെ നമ്മളാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ യൂറോപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, യൂറോപ്പിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ അറബ് പ്രദേശങ്ങളിൽ, ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്ന് അവിടെയുള്ള ആഭ്യന്തര സംഘർഷങ്ങളെത്തുന്ന ആളുകൾ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സംഘർഷങ്ങൾ, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ജനങ്ങളെ അടിച്ചമർത്തുന്ന പ്രവർത്തനങ്ങൾ അത് നടക്കുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കും. ലോകം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട തുരുത്തുകളല്ല, ലോകം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വില്ലേജാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഡെമോക്രസിക്കകത്ത് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ ആഭ്യന്തര കലാപം ഉണ്ടാവും. ആഭ്യന്തര കലാപം എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് പട്ടാളുണ്ട്, പോലീസുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം വരുന്ന സമയത്ത് അതികഠിനമായ അതിഗുരുതരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്തുണ്ടാവും. നിങ്ങളുടെ എല്ലാവിധ ആയുധങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ലോക ജനത ഇക്കാര്യത്തിൽ ഉത്കണ്ഠ കാണിക്കുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അത് ഇന്ന് നടക്കുന്നില്ല. ഇന്ത്യ ഇന്ന് മത്സരിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാനുമായിട്ടാണ്. പാകിസ്ഥാനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ സംഭവിച്ചത്. പാകിസ്ഥാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ആ തരത്തിലൊരവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിക്കാനാണ് ഇന്നുള്ള ഭരണകക്ഷി ശ്രമിക്കുന്നത്. പക്ഷേ അവരതിൽ പരാജയപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഇന്ത്യയുടെ സമീപ. ശരി. ശ്രീ എം ലിജുവിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ശ്രീ PR ശിവശങ്കർ ഇവിടെ പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാട്ടിയ ഒന്നിലധികം ഉദാഹരണങ്ങൾക്കുള്ള മറുപടി ആദ്യം. ഞാൻ പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം എങ്ങാനും ലിജു വരുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം വേണു പ്രശാന്ത് പത്മനാഭനെ കൂടെ വിളിച്ചിരുത്തിയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം നിഷ്പക്ഷനായ ഒരു അഭിഭാഷകനാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് IT ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഉപകരണമാണ് എന്നൊരു ആരോപണമാണ് അദ്ദേഹം വെച്ചത്. അദ്ദേഹം എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പ്രതിപക്ഷ കക്ഷികൾക്കാണോ EDയുടെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അധികാരം കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഭരിക്കുമ്പോൾ കോൺഗ്രസ്സൊക്കെ അല്ലെങ്കിൽ കേരളത്തിലെ CPM പ്രതിപക്ഷ കക്ഷികൾക്കാണോ നൽകിയിരുന്നത് അവിടുത്തെ ഭരണത്തിൻ്റെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
പിന്നെ നിയമത്തിൻ്റെ വഴി വിട്ടിട്ട് എന്താണ് ഈ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്ന് ഒരു അഭിഭാഷകൻ പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള കാര്യം പറയാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയമായി ഇതിനെ വ്യാഖ്യാനിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ട് നിമിഷാർദ്ധം കൊണ്ട്, അത് വേണുവിൻ്റെ ഒരു പ്രയോഗമായിരുന്നു, നിമിഷാർദ്ധം കൊണ്ട് സുപ്രീം കോടതി ഡിസൈഡ് ചെയ്തു 200 പേരുടെ. അത് നിമിഷാർദ്ധം കൊണ്ട് സുപ്രീം കോടതി കൊടുത്ത 200 പേരുടെ ലിസ്റ്റ് ചെയ്തു എന്നറിയാൻ വേണുവോ അഭിഭാഷകനോ ഒന്നും ആ ലിസ്റ്റ് കമ്പയർ ചെയ്യുന്ന ലിസ്റ്റിൽ നേരത്തെ ചോദിച്ചതാണത്. ഇപ്പൊ നിമിഷാർദ്ധങ്ങൾ ശിവശങ്കർ, ഒന്നാമത് സുപ്രീം കോടതിയല്ല അത് നിമിഷാർദ്ധം കൊണ്ട് പരിഹരിച്ചത്, ഈ പറയുന്ന സെലക്ഷൻ കമ്മിറ്റിയാണ്. ഒരു സെക്കൻഡ്, 200-ൽ നിന്ന് 6-ലേക്ക് ഇത്ര ജഡുതിയിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയാണ്. വേണു, അതാ ഞാൻ പറയുന്നത്. ഇത് ഉടനെ തന്നെ ഈ റിപ്പോർട്ട് അതല്ല താങ്കൾ പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഞാൻ താങ്കളെ തിരുത്തുകയായിരുന്നു. അതെ, ഞാൻ പറഞ്ഞത് 200 പേരുടെ ലിസ്റ്റ് അങ്ങോട്ട് പോയാൽ ആ 200 പേരുടെയും അവരുടെ IBയുടെ റിപ്പോർട്ടുകളെല്ലാം നേരത്തെ തന്നെ ഉണ്ടാവും. എൻ്റെയും വേണുവിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ മിക്കവാറും IBയുടെ അടുത്ത് ഉണ്ടാവും, നമ്മൾ എന്താണ് ചെയ്തെന്നൊക്കെ. അതൊക്കെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ രാഷ്ട്രീയ അതൊന്നും അത്ര വലിയ പുതിയ കാര്യമല്ല. പ്രത്യേകിച്ച് അല്ല, ഈ പറയുന്ന മഹാവിദ്യ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കൊടുക്കേണ്ട സമയത്ത് പ്രതിപക്ഷ നേതാവിനാണ് ആദ്യം കൊടുക്കേണ്ടത്. അല്ല, അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നേ. അല്ല, 6 പേർ ലിസ്റ്റ് കൊടുത്തല്ലോ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട്. അല്ല, സ്ക്രൂട്ടനൈസ് ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഇന്ത്യയിലെ മുഴുവൻ IAS ഉദ്യോഗസ്ഥരുടെയും എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്. നിങ്ങളിപ്പോ ഈ IT-യുടെ നടപടികളെ മുഴുവൻ അംഗീകരിക്കുന്നത് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഡൽഹി ഹൈക്കോടതി, ഇതൊക്കെ വെച്ചുകൊണ്ടാണല്ലോ. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 206 ഒന്നാമത് 10 ആകണമായിരുന്നു, 206 അത് ഇത്ര ജഡതിയിൽ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയാണ്. വേണുവിന്റെ ശബ്ദം ഉയരുന്നത് വേണുവിന് ഉത്തരവില്ലാണ്ടാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത് വസ്തുത മാത്രമാണ്, അത് എന്റേതല്ല, സുപ്രീം കോടതി പറഞ്ഞതാണ്. ഈ കാര്യത്തിൽ ഏതറ്റം വരെയും ഞാൻ അങ്ങയോട് തർക്കിക്കാൻ തയ്യാറാണ്. കാരണം ഇത് എന്റെ വാദമല്ല. സുപ്രീം കോടതി 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, 200 എന്നതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ തന്നെ 10 ആണ് ആകേണ്ടിയിരുന്നത്. കാരണം 2 അംഗങ്ങളാണ്. 1-ന് 5 വെച്ച് 2 പേരാകുമ്പോൾ 10. അങ്ങനെ ഉണ്ടായില്ല. രണ്ടാമത്തെ കാര്യം, ഈ 6 ആയതുപോലും ജഡതിയിലാണ്. ഈ 2 കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ശബ്ദം ഉയർത്താതെയും താഴ്ത്തിയും ഒക്കെ പറഞ്ഞാലും അത് പറഞ്ഞത് തന്നെയാണ്. ഞാൻ സമ്മതിക്കുന്നു, അതിനുള്ള സിസ്റ്റം അവർക്ക് ഉണ്ട് എന്നും അത് സുപ്രീം കോടതി ചോദിച്ചാൽ അവർ കൊടുക്കും എന്നുമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതല്ല എങ്കിൽ സുപ്രീം കോടതി അത് ഇത് ചെയ്യട്ടെ, കറക്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് നിശ്ചയിക്കട്ടെ. അപ്പൊ അതുണ്ടോ ഇല്ലയെന്ന് എനിക്കോ വേണുവിനോ സുപ്രീം കോടതിക്ക് അറിയില്ല. സുപ്രീം കോടതി ഇനി അത് കേട്ടെടുക്കുന്ന തീരുമാനമാണ് അങ്ങ് പറയുന്നെങ്കിൽ ഞാൻ ആ വിഷയമേ വിട്ടു. ഞാൻ പറഞ്ഞത് ഇതുവരെയുള്ള കാര്യമാണ്. അതിൽ പൂർത്തിയാകാതെ കിടക്കുന്ന സുപ്രീം കോടതി തന്നെ ഉന്നയിച്ച ഒരു ചോദ്യവുമാണ്. അങ്ങേക്ക് തുടരാൻ പറ്റുള്ളൂ. ഇതുവരെ വേണു ഇതുവരെയുള്ള കാര്യമല്ലേ എനിക്കും പറയാൻ പറ്റുള്ളൂ. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു അനുമാനം ഉണ്ടായി. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ 200 പേരുടെയും ഡീറ്റെയിൽ ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നാണ്. നാളെ കോടതി അതുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നുള്ള അവിടെ നിൽക്കട്ടെ. 200 എന്ന് പറയുന്നത് 6 ചുരുങ്ങിയതിലെ മഹാവിദ്യ എന്തായിരുന്നു എന്നത് സുപ്രീം കോടതി തന്നെ ചോദിക്കുക വഴി നമ്മുടെ എല്ലാം ആശങ്കയായി നിൽക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ് പ്രശാന്ത് പത്മനാഭനും ചോദിച്ചത്. അതിൽ ഇജു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചോദിക്കപ്പെടേണ്ട ചോദ്യമാണ്. അങ്ങേക്ക് തുടരാം. ശരി, ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോഴാണ് പെട്രോൾ പറഞ്ഞത് UN ഇന്ത്യക്കെതിരെ ആദ്യമായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്? ഞാൻ അവസാനത്തെ ഭാഗത്തിലേക്കാണ്ടോ വന്നത് ചേക്കുട്ടി പറഞ്ഞ കാര്യമാണ്. UN ഇന്ത്യക്കെതിരെ ആദ്യമായിട്ടല്ലല്ലോ ചെയ്യണേ. ഞാനൊരു ഇത് വായിക്കാം. ഇന്ത്യ ഈസ് സീക്കിംഗ് നോർമലൈസ് ഇൻ ദ ബ്രൂട്ടൽ ആൻഡ് റെപ്രസെറ്റീവ് ഡിനയൽ ഓഫ് ദ ഡെമോക്രാറ്റിക് ആൻഡ് അതർ റൈറ്റ്സ് ഇൻ ദ കാശ്മീരി മുസ്ലിംസ് ആൻഡ് ദ മൈനോറിറ്റീസ് ബൈ ഹോൾഡിംഗ് G20 മീറ്റിംഗ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ഇത് UN പറഞ്ഞതാ. അതായത് ഇന്ത്യ ജമ്മു ആൻഡ് കാശ്മീരിൽ G20യുടെ മീറ്റിംഗ് നടത്തിയത് മൈനോറിറ്റിക്കെതിരെയുള്ള ശക്തമായ കടന്നുകയറ്റമാണെന്ന് ഈ UN പറഞ്ഞതാ. UN എന്താ തലയ്ക്ക് സ്ഥിരമില്ലേ? ഇത്തരത്തിൽ UN ഇന്ത്യക്കെതിരെ നിരന്തരമായി ചെയ്തിട്ടുണ്ട്. UN ഇപ്പോൾ G20യുടെ വിജയത്തോടെ UNൻ്റെ തലതറ പറ്റിയിരിക്കുകയാണ്. UNൽ തന്നെ ശമ്പളം കൊടുക്കാൻ ഇല്ല. അതുകൊണ്ട് G20 പോലുള്ള വികസനങ്ങൾ ഈ വികസന രാജ്യങ്ങൾ കൂടിച്ചേർന്നത് UN പല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ അന്താരാഷ്ട്ര വിഷയമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ സെർച്ച് ചെയ്ത് കിട്ടിയാണ് UN ഹാസ് ബീൻ സെറ്റ് സെവറൽ ടൈംസ് അഗെയിൻസ്റ്റ് ഇന്ത്യ. അപ്പോൾ ആ ഡീറ്റെയിൽ ഞാൻ ചർച്ചയ്ക്ക് എടുക്കാം. അപ്പോൾ സുപ്രീം കോടതിയും UN ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അതിൻ്റെ പുറകിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയാനാക്കുന്നത്. പിന്നെ ലെവൽ ഫീൽഡ് ഇല്ല. BJP ആണോ പ്രതിപക്ഷ കക്ഷികൾക്ക് ലെവൽ ഫീൽഡ് ഓഫ് പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് സമയത്ത്?
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരാൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു UP തിരഞ്ഞെടുപ്പിന് മുമ്പ് നോട്ട് നിരോധിച്ചു. അപ്പോൾ നോട്ട് കെട്ടും കെട്ടി തിരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുന്നതാണോ UPയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ അധിക്ഷേപിക്കുകയല്ലേ ചെയ്യേണ്ടത്? 2000 രൂപയുടെ നോട്ട് കെട്ടും കെട്ടി തിരഞ്ഞെടുപ്പിൽ അതിനെ മേടിക്കാം എന്ന് വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വ്യാമോഹങ്ങൾ തകർത്തു എന്നതല്ലേ BJPയെ സംബന്ധിച്ചോളം നല്ല കാര്യം? അത് നല്ല കാര്യമല്ലേ? അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ DMK ഒക്കെ ചെയ്യുന്ന പോലെ ഓരോരുത്തർക്ക് 2000 രൂപ വെച്ച് കൊടുത്ത് വോട്ട് മേടിക്കുന്നതാണോ ലിജുവിൻ്റെയും അതുപോലെ തന്നെ ലിജുവിൻ്റെ പോട്ടെ വേണുവിൻ്റെയും രാഷ്ട്രീയ സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല അത് കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പറയേണ്ടത് കോൺഗ്രസ് കണക്ക് കൊടുത്തോ ഇല്ലയോ, ആ കണക്കുകൾ IT ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചെന്നോ ഇല്ലയോ, അതിൽ തെറ്റുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? BJPയുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി ഇത് തെറ്റാണ്, സുപ്രീം കോടതിയിൽ ഇത് അവതരിപ്പിക്കാം, തെറ്റുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ, കണക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ BJPയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യട്ടെ. ഇതല്ലേ ഒരു രാഷ്ട്രീയമായി അല്ലെങ്കിൽ നിയമപരമായി കാര്യങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. ഇതല്ലാണ്ട് ചർച്ചയിൽ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ UN പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇതിന്റെ എല്ലാം ചരിത്രപരമായ കാര്യങ്ങൾ പിറകിലുണ്ട്. സമയം കിട്ടിയ ബാക്കി ഞാൻ പറയാം. ശരി ലിജു. എനിക്ക് കുറച്ച് സമയം തരണം വേണു. 2-3 കാര്യങ്ങൾ തുടർച്ചയായി സംസാരിക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രീ ശിവശങ്കർ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ആദ്യം പേടിക്കണ്ട. ശ്രീ ശിവശങ്കർ പറയുന്നത് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളുണ്ടാവും. കോൺഗ്രസ് ഇൻകം ടാക്സ് അസസ്മെൻറ്റ് കൊടുക്കുന്നില്ല, കൊടുക്കാഞ്ഞതുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എടുത്തപ്പോൾ നിങ്ങൾക്ക് കോടതിയിൽ പോയിക്കൂടെ? കോടതിയിൽ പോകുന്നതിന് ഞങ്ങൾക്ക് ഭയവും തന്നെ ഇല്ല. ഈ കോടതികൾ ഇപ്പം നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അടുത്തിടെ അഭിജിത്ത് ഗംഗോപാധ്യായ എന്നൊരു ജഡ്ജുണ്ട്, ബംഗാൾ ഹൈക്കോടതിയിലെ ജഡ്ജാണ്, രാജിവെച്ചു. 24 മണിക്കൂറിനും BJPയുടെ സ്ഥാനാർത്ഥിയാണ്. പണ്ട് BJP നേതാവായിരുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദ പോസ്റ്റ് റിട്ടയർമെൻറ്റ് പോസ്റ്റിങ്സ് ഓഫ് ജഡ്ജസ് ആർ ഡിസൈഡഡ് ബൈ ദ പ്രീ റിട്ടയർമെൻറ്റ് ജഡ്ജ്മെൻറ്റ്സ്. ഈ പ്രീ റിട്ടയർമെൻറ്റ് ജഡ്ജ്മെൻറ്റ് വിധിക്കുന്ന ജഡ്ജിമാരെ കുറിച്ചുള്ള സംശയം കൊണ്ട് ഇപ്പം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. സുപ്രീം കോടതി ഒഴിച്ച് ബാക്കി ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ പോലും ഇത്തരം പോസ്റ്റ് റിട്ടയർമെൻറ്റ് പോസ്റ്റിങ്ങുകൾക്കോ പോസ്റ്റ് റിട്ടയർമെൻറ്റ് നോമിനേഷൻസിനോ വേണ്ടി ജഡ്ജ്മെൻറ്റുകൾ പറയുന്ന ജഡ്ജിമാരുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ജഡ്ജിയെ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല. പുരുഷേന്ദ്രകുമാർ എന്താണ് സുപ്രീം കോടതിയിലില്ലേ? സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതിയിലാണ് അവസാനത്തെ ചില പ്രതീക്ഷകൾ. ഈ ചലമേശ്വരെ പോലെ ആർജവത്തോടെ പറയാൻ കഴിഞ്ഞ എത്ര സുപ്രീം കോടതി ന്യായാധിപന്മാരുണ്ട്. ഞാൻ ഇവിടെ നടക്കുന്നു, പക്ഷെ അങ്ങ് പറഞ്ഞോളൂ സുപ്രീം കോടതിയിൽ നടക്കുന്നു, പക്ഷെ മറ്റ് ഒരിടത്തേക്കും പോകാനായിട്ടല്ല എന്ന്. അല്ല, അസഹിഷ്ണുത വേണ്ട എനിക്ക് മനസ്സിലാവും. അല്ല, ലിജുവിനോടായിട്ടല്ല പറയുന്നത്, ലിജുവിനോടായിട്ട് മാത്രമല്ല. അങ്ങനെ എടുക്കണ്ട, ലിജുവിനോട് മാത്രമായിട്ടായിട്ട് എടുക്കണ്ട. ലിജു തുറന്നോളൂ. ലിജുവിനെ അനുകൂലിക്കല്ലേ ലിജു, പ്ലീസ്. എൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാൻ വേണു. രാജ്യത്തെ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ ഇപ്പോൾ ഉണ്ട്. സ്വാഭാവികമായ ഒരു ചർച്ച വരുമ്പോൾ അത്തരം നിങ്ങളുടെ ഉള്ളിലും അത്തരം പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ജനാധിപത്യത്തിൽ ആശങ്ക ഉണ്ടാകുന്നത് പ്രശ്നമാണ്. പക്ഷെ ഒരു ഡിബേറ്റിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി പങ്കെടുക്കുമ്പോൾ എനിക്ക് പൂർത്തീകരിക്കാൻ വഴിയാ വരുമ്പോൾ ഞാൻ അസഹിഷ്ണുമാകുന്നതിൽ വേണു ദയവായിട്ട് ക്ഷമിക്കണം. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെക്കാൾ കൂടുതൽ ആശങ്കാവില്ല ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ. അപ്പോൾ എനിക്ക് പറയാതിരിക്കുന്ന കാരണം ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്ന കോടിക്കണക്കിന് വരുന്ന സമൂഹമുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയിൽ എന്നാൽ എനിക്ക് സംസാരിക്കേണ്ടത്. അപ്പോൾ എനിക്കത് പറഞ്ഞേ പറ്റൂ. കാരണം കോൺഗ്രസിന് പറയാനുള്ളത് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വേണു പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ വേണു ഇടയ്ക്ക് എനിക്ക് സമയം തന്നത് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എനിക്ക് പറയാനുള്ളത് പറയണം. ഇവിടുത്തെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് പോസ്റ്റിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജഡ്ജിമാർ, ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് രാജിവെച്ചിട്ട് നേരെ രാജ്യസഭ MP ആവുകയാണ്. അയോധ്യ കേസ് വിധി പറയുന്ന ജസ്റ്റിസ് മുഹമ്മദ് നസീർ നേരെ വന്ന് ഗവർണർ ആവുകയാണ്. ഇതുപോലെ നിരവധി പോസ്റ്റിങ്ങുകളിലേക്ക് ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ ബംഗാളിലെ ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന അഭിജിത്ത് ഗംഗോപാധ്യായ നേരെ രാജിവെച്ച് 24 മണിക്കൂറിനകം, ഒരു കൂളിംഗ് പീരീഡ് പോലും ഇല്ല, നേരെ BJPയുടെ സ്ഥാനാർത്ഥിയാവുകയാണ്. ഇയാളൊക്കെ പറഞ്ഞ ജഡ്ജ്മെൻറ്റുകൾ അപ്പോൾ എത്രമാത്രം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് പറയുന്ന ജഡ്ജിമാർ, ഇതിനകത്ത് പുരുഷേന്ദ്രകുമാർ കൗരവ് മധ്യപ്രദേശിലെ BJP ഗവൺമെൻറ് കാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ആളാണ്. BJP ഗവൺമെൻറ് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം അഡ്വക്കേറ്റ് ജനറൽമാരെ വെക്കുന്നവരാരാ? ഓരോ രാഷ്ട്രീയ പാർട്ടികളുമായി അടുപ്പമുള്ളവർ തന്നെയാണ്. അതെന്താ? ഗവൺമെൻറ്റിൻ്റെ വ്യൂ പറയാൻ വേണ്ടി ഗവൺമെൻറ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി അടുത്തുന്ന ആളുകളാണ്, സംശയവും തന്നെ വേണ്ട. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ ശ്രീ TS അഫലി അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ അടുപ്പുണ്ടായിരുന്ന ആളാണ്, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിലെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്ന ജസ്റ്റിസ് പുരുഷേന്ദ്രകുമാർ കൗരവ് എന്ന് പറയുന്ന ആള് മധ്യപ്രദേശിലെ BJP ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തെ അഡ്വക്കേറ്റ് ജനറലും
തുടർന്ന് ഇങ്ങോട്ട് നിരവധി BJP പോസ്റ്റുകൾ ഇരുന്ന ആളാണ്. അപ്പോൾ പിന്നെ നിങ്ങളങ്ങ് കോടതി പോകുമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. കോടതി പോകുക എന്ന് പറഞ്ഞ നിർണായകമായ സമീപം ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിന്റെ 135 കോടി രൂപ പിടിച്ചെടുത്തു, 11 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു, ഇപ്പോൾ 1900 കോടിയിൽ പരം നോട്ടീസ് കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് കോടതി പോകുമ്പോൾ ഓരോ ദിവസവും ലാഗ് ചെയ്യുകയാണ്. മനസ്സിലാക്കണം വേണം എന്തിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കോൺഗ്രസിന്റെ 543 ലോക്സഭാ സീറ്റുകളിലെ ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അവർക്കൊരു പോസ്റ്റർ അടിക്കാൻ പോലും പണമില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രചരണം നടത്താൻ പോകാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര നടക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യർ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന ചെയ്ത അക്കൗണ്ടിൽ നിന്ന് 1 രൂപ ചെലവഴിക്കാൻ കഴിയാതെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കും. ഇതൊരു ജനാധിപത്യമാണോ? UN ഇടപെടുന്നതാണോ കുഴപ്പം? രാജ്യത്ത് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി രാജ്യദ്രോഹം പറഞ്ഞൊന്നും ചിന്തിക്കേണ്ട, ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നു പറയേണ്ട. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലിടുക, അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, അവർക്കൊരു ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതാക്കുക. ഇത്തരത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അല്ല, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടത്താൻ സംഘപരിവാർ സമ്മതിക്കില്ല. അവരെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ സാധനം എല്ലാം അവസാനിപ്പിക്കണം, പ്രതിപക്ഷത്തെ എല്ലാം അവസാനിപ്പിക്കണം. RSS രൂപീകരിച്ച് 100 വർഷം തികയുന്ന 2025 ആകുമ്പോഴേക്കും പറ്റുമെങ്കിൽ ഇതിനൊരു ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം. ഇവിടുത്തെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവസാനിപ്പിക്കണം. അതിന് ഇന്ത്യ അനുവദിക്കില്ല. നേരത്തെ ശ്രീ ജയക്കുട്ടി സാർ പറഞ്ഞതുപോലെ ജനത്തിന് തെരുവിലിറങ്ങേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തെരുവിലിറങ്ങി അവരെ തോൽപ്പിച്ചൊരു ജനതയാണ് ഇന്ത്യയിലുള്ളത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളുകൾക്കൊന്നും ഇന്ത്യൻ ജനാധിപത്യം അവസാനിപ്പിക്കാമെന്ന്. ഇവിടെ ബാലറ്റുകൾക്കും EVMകൾക്കും അപ്പുറത്ത് ജനതയുണ്ട്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി തെരുവിലിറങ്ങി പോരാടേണ്ടി വരും. ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരും BJPക്കാരായാൽ ഇലക്ഷൻ കമ്മീഷണറായിരിക്കുന്ന ആൾ രാജിവെച്ച് ഇഷ്ടമുള്ള ഇലക്ഷൻ കമ്മീഷൻ സൃഷ്ടിക്കാൻ അവസരം കൊടുത്താൽ, CBIയുടെ ഡയറക്ടറെ അർദ്ധരാത്രി ഓഫീസ് റെയ്ഡ് ചെയ്ത് പിടിച്ച് പുറത്താക്കി ഇഷ്ടമുള്ള ആളെ CBIയുടെ ഡയറക്ടറാക്കിയാൽ, രാജ്യത്തെ ഇൻകം ടാക്സിന്റെയും EDയുടെയും എല്ലാം തലപ്പത്ത് ആളുകളെ പ്രതിഷ്ഠിച്ചാൽ, മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്താൽ, ദൃശ്യമാധ്യമങ്ങളെയും പത്രമാധ്യമങ്ങളെയും മുഴുവൻ കോർപ്പറേറ്റുകളെ കൊണ്ട് വിലക്കെടുത്താൽ, രാജ്യത്തെ സോഷ്യൽ മീഡിയയെ മുഴുവൻ ട്രോൾ ആർമികളെ കൊണ്ടല്ലേ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ട്രോൾ ആർമിയെ കൊണ്ട് പിടിച്ചെടുത്താൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ ചുളുവിലക്ക് വെച്ചിട്ട് അതിൻ്റെ കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ടായിട്ടും പ്രൈം മിനിസ്റ്റേഴ്സ് അക്കൗണ്ടിലൊക്കെ മേടിച്ചാൽ, രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ റെയ്ഡ് ചെയ്ത് അഴിമതി പണമായി 8,000 10,000 കോടി വൈറ്റ് മണിയായിട്ടും അതിനപ്പുറത്ത് കോടി ബ്ലാക്ക് മണിയുമായിട്ട് വാങ്ങിച്ചാൽ, ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ, എൻ്റെ ശിവശങ്കര, ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഓടിച്ച രാജ്യമാണ്. നിങ്ങളുടെ ഈ പണിയൊന്നും ഈ രാജ്യത്ത് നടക്കില്ല. ജനതയുടെ ക്ഷമ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സംഘപരിവാറിനും ഒരു ഹിന്ദുത്വ ശക്തികൾക്കും ഈ രാജ്യത്തെ ജനതയെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശരി, ലിജു പറഞ്ഞ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ സമൂഹം കേൾക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ഉത്കണ്ഠയുണ്ടല്ലോ, അതിനെ ആദരവോടെ കണ്ടതുകൊണ്ടാണ് ലിജു പറയുമ്പോൾ പിന്നീട് ഇടപെടാതിരുന്നത്. ലിജു, അപ്പോഴും എനിക്കൊരു ചോദ്യമുള്ളത്, ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി ജഡ്ജിയെ പറ്റിയുള്ള വിമർശനത്തെ അംഗീകരിക്കുമ്പോഴും 2021 137 കോടിയുടെ ബാധ്യതയ്ക്കെതിരെ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ നിങ്ങൾ സമീപിച്ചു. 20% അടയ്ക്കാനെന്ന് നിർദ്ദേശിച്ചെങ്കിലും അത് അവഗണിച്ചു. പിന്നെയാണ് ഇത്രയും ഈ 135 കോടി പിടിച്ചെടുക്കുന്ന 11 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് പോയത്. അതിൻ്റെ സന്ദർഭമടക്കം സംശയാസ്പദമാണ്. പക്ഷെ അതിന് വഴിവെട്ടിയില്ലേ നിങ്ങൾ? വേണു, ഇത്തരം നമുക്കറിയാം, ഇപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം നോട്ടീസുകൾ, അത്തരം കാര്യങ്ങൾ കൊടുക്കുന്ന മറുപടികൾ, നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് പ്രകാരം കണക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ടാക്സ് പോലും അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, റിട്ടേൺസ് കൊടുത്താൽ മതി. കാരണം ജനാധിപത്യം സംരക്ഷിക്കേണ്ട ഒരു നാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നോട്ടീസുകളെ ഇഗ്നോർ ചെയ്യും. കാരണം ഇത്തരം കാര്യങ്ങൾ വന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് വെക്കും, ഹൈക്കോടതിയെ സമീപിക്കും, അതല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കും. അതൊക്കെ ഈ രാജ്യത്ത് ഏത് വ്യക്തി ഉൾപ്പെടെ ചെയ്യുന്ന കാര്യമല്ലേ? ശരി. അതുപോലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവരുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തിട്ട് ഈ രാജ്യം പിന്നെ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശരിയാണ്. ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വേണ്ടേ? ശരിയാണ്. നിഷ്പക്ഷമായ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനോട് വേണ്ടേ? ശരിയാണ്. നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കണമെങ്കിൽ ഇനിയിപ്പോൾ വലിയ തടസ്സമാണ്. കാരണം ഈ ദിവസങ്ങളൊക്കെ അവധി ദിവസങ്ങളാണ്. അടുത്ത ആഴ്ച ഇനി കഴിയുകയുള്ളൂ. മാത്രമല്ല ഈ കോടതി അവധിയാ. അതെ, ഇപ്പൊ കോടതി അവധിയാണ്. അതെ, കോടതി അവധിയാണ്. ചില പ്രത്യേക കേസുകളൊക്കെ വരുമ്പോൾ അതെ അതെ ചില പ്രത്യേക കേസുകൾ വരുമ്പോൾ പക്ഷേ ഇതേ കോടതികൾ തന്നെ പ്രത്യേകമായി ചേരുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ സുപ്രീം കോടതിയിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ടൊന്നുമല്ല. ശരി, പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നാലും ചില രജതരേഖകൾ അവശേഷിക്കുന്നത് സുപ്രീം കോടതി മാത്രമാണ്.
ബാക്കിയൊക്കെ ഇവരെ ഹൈജാക്ക് ചെയ്ത് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസിനെ എല്ലാം ഇവർ കീഴടക്കി കഴിഞ്ഞു. ലെജിസ്ലേച്ചറിന് പ്രസക്തിയില്ല, ജുഡീഷ്യറിയുടെ സ്ഥിതി ഇതാ, എക്സിക്യൂട്ടീവ് ഇവരുടെ നിയന്ത്രണത്തിലാ, മീഡിയ എന്ന് പറയുന്ന ഫോർത്ത് സ്റ്റേറ്റിന് ഇവരുടെ കോർപ്പറേറ്റ് വിലക്കെടുത്ത് കഴിഞ്ഞു. അപ്പൊ ജനം പിന്നെ എന്ത് ചെയ്യും? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ UN ഇതിനു മുൻപ് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ നീതിപീഠങ്ങളുമായി ബന്ധപ്പെട്ടുയരുന്ന രാഷ്ട്രീയ വിമർശനം അതിപ്പോൾ ഒരു സമ്മർദ്ദമായി മാറുന്നു. 600ഓളം അഭിഭാഷകർ അത് ഒരു പരാതി എന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ശിവശങ്കർ ചൂണ്ടിക്കാട്ടുന്നത്. മറുപടി ശ്രീ ശിവശങ്കർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ രാജ്യസ്നേഹികളെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമല്ല. ഇന്ത്യ ഒരു 5 ട്രില്യൺ എക്കണോമി ആകണം എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാർക്കും അതിൽ ആഗ്രഹമുണ്ട്. അത് അമേരിക്കയെയും ജർമ്മനിയെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ ഒരു 5 ട്രില്യൺ എക്കണോമി ആകുന്നതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ് US. ജർമ്മനി ഫസ്റ്റ് 10-നകത്ത് വരും. ഈ വിദേശ രാജ്യങ്ങൾ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അതിനെ വളരെ ലളിതമായിട്ട് തള്ളിക്കളയാതെ എന്താണ് അവർ പറഞ്ഞത്? അവർ വീണ്ടും അമേരിക്കയുടെ സ്ഥാനപതിയെ വിളിച്ച് ഇന്ത്യ ശാസിച്ചതിന് ശേഷം വീണ്ടും അവർ പറഞ്ഞു ഫെയർ ആയിട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട്, ടൈംലി ആയിട്ട് ഒരു പ്രോസസ്സ് നടത്തണം എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിനെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്നത്? ഇത് നിങ്ങൾ തെറ്റുതിരുത്താൻ തയ്യാറാകണം. ഈ ഒരു ആരോപണം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു ആരോപണം ഒരിക്കലും ശ്രീ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എന്താണ് ഇപ്പോൾ ഇത് പറഞ്ഞു കേൾക്കുന്നത്? ഈ ഒരു ആരോപണത്തിൽ കഴമ്പില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അതേപോലെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, പ്രതിപക്ഷമാണോ പിന്നെ ഇതിനെ നിയന്ത്രിക്കേണ്ടതെന്ന്. അല്ല, പ്രതിപക്ഷമല്ല നിയന്ത്രിക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ ഒരു 3 അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞത്. അതിനെ വളരെ സമർത്ഥമായിട്ട് അട്ടിമറിച്ചു, ഒരു നിയമം കൊണ്ടുവന്നു. ഇതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, RBIയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഏറ്റവും ലോക പ്രശസ്തരായിട്ടുള്ള എക്കണോമിസ്റ്റ് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന ആളുകളാണ്. അവർക്ക് അവിടെ തുടരാൻ കഴിയുന്നില്ല. കാരണം എക്കണോമിക്സിന് ഉള്ള അതിനകത്ത് പൊളിറ്റിക്കൽ അജണ്ട വരുന്നു. അതേപോലെ ഈ 600 ലോയേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്തുള്ള കടന്നുകയറ്റമാണ്. വളരെ പ്രധാനപ്പെട്ട ചില ഇഷ്യൂസ്, പൗരാവകാശം പോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില മനുഷ്യാവകാശ പ്രവർത്തകരെ, ലോയേഴ്സ് ഒക്കെ അതിനെപ്പറ്റി പറയുമ്പോൾ ഈ ലെറ്റർ എഴുതിയ കൂട്ടത്തിൽ ഞാൻ അതിൽ സങ്കടം കൊണ്ട് പറയുന്നതിൽ സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ആദിഷ് സി അഗർവാല, അദ്ദേഹം ഇതിന് മുമ്പ് ഒരു ലെറ്റർ എഴുതിയിരുന്നു. എന്താണത്? ആ ലെറ്റർ എഴുതിയിരുന്നത് സുപ്രീം കോടതിയുടെ ഇലക്ട്രൽ ബോണ്ട് ജഡ്ജ്മെന്റ് നടപ്പാക്കരുത്, അതിനെ പ്രസിഡന്റ്, രാഷ്ട്രപതി ഒരു അഡ്വൈസറി ഒപ്പീനിയൻ തേടണമെന്ന് പറഞ്ഞ് കത്തെഴുതിയ ആളാണ്. അതിന് ചീഫ് ജസ്റ്റിസ് ഇദ്ദേഹത്തെ ശാസിക്കുകയുണ്ടായി കോടതിയിൽ. അദ്ദേഹമാണ് ഇപ്പോൾ ഈ 600 ലോയേഴ്സിൽ ഒരാള്. എന്നിട്ട് ഇത് നമ്മുടെ പ്രധാനമന്ത്രി ഈ ലോയേഴ്സ് എഴുതിയ ലെറ്ററൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ ഷെയർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ സങ്കടമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ. ഇതില് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. നേരത്തെ ശ്രീ ലിജു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരു പ്രാവശ്യം അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അവിടെ ഇരുന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ധാരണ. പക്ഷേ ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് എപ്പോഴും രാഷ്ട്രീയക്കാരുടെ അവരുടെ മാത്രം തീരുമാനത്തിന് വരാതെ ഒരു ഇൻഡിപെൻഡന്റ് അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ UK-യിലൊക്കെ ഉള്ള രീതിയിൽ ഒരു മോഡൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് UPA ഗവൺമെന്റിന്റെ സമയത്ത് ഒരു ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതിന് പ്രതിപക്ഷം അന്ന് BJP സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് BJP അധികാരത്തിൽ വന്നപ്പോൾ NJSC ബില്ല് കൊണ്ടുവന്നിരുന്നു. ദൗർഭാഗ്യവശാൽ ഇത് നടപ്പായില്ല. ഇനി പറയാനുള്ളത്, ഈ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ ഈ നിയമം പറയുമ്പോൾ രാഷ്ട്രീയം തീർത്ത് ഒഴിവാക്കിക്കൊണ്ട് പറയുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ഡെമോക്രസി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളത് ഭരണഘടന അതിന്റെ മൂല്യങ്ങൾ അതേ രീതിയിൽ വെറുതെ ഫോർമൽ ആയിട്ടല്ല, അതിന്റെ ആ അർത്ഥവത്തായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതിന് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയും. ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്തപ്പോൾ നമുക്ക് എതിർക്കാൻ കഴിഞ്ഞു. കാരണം ഒരു ഡിക്ലെയർഡ് എമർജൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അൺഡിക്ലെയർഡ് ആയിട്ട് ആർക്കും അത് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു എമർജൻസി ഉള്ള രീതിയിലാണ്. അതേപോലെ ഹിന്ദുത്വ എന്ന ഒരു അജണ്ട അത് ഭരണത്തിൽ വീണ്ടും വരാനുള്ള ഒരു അജണ്ടയാണ്. കാരണം ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു അജണ്ട വളരെ സമർത്ഥമായിട്ട് നടപ്പാക്കുന്നു. ബാക്കി രാജ്യങ്ങളിൽ ഈ ഫാസിസം വരുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് റൈറ്റ് വിങ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇന്ത്യയിൽ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ വളരെ ലോലമായിട്ടുള്ള വികാരങ്ങളെ, ഭക്തി മുതലായ വികാരങ്ങളെ പിടിച്ചുകൊണ്ട് അതിന്റെ പുറത്ത് ആദ്യം പാർട്ടിയുടെ നയമായിട്ട് കൊണ്ടുവരുന്നു, പിന്നെ അത് ഗവൺമെന്റിന്റെ നയമായിട്ട് വരുന്നു, പിന്നെ ഗവൺമെന്റിന്റെ നയം രാഷ്ട്രത്തിന്റെ നയമായിട്ട് മാറ്റുകയാണ്. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മതത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ, പിന്നീട് പ്രസംഗങ്ങൾ നടത്തുമ്പോഴും ഒക്കെ കാണുന്നവർക്ക് വളരെ നിഷ്കളങ്കമായിട്ട് തോന്നുന്ന രീതിയിൽ അമ്പലങ്ങൾ തോറും സന്ദർശിക്കുകയും ബാക്കി പാർട്ടികൾക്ക് ആർക്കും
ഈ ഹിന്ദു മതത്തെ എതിർത്ത് സംസാരിക്കുന്നവരെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്സ് കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ അത് വിതറി ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കാൻ BJP ഒരു പരിധി വരെ വിജയിച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാം, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാം. ഒരു റവല്യൂഷൻ ഒന്നും പോകാതെ തന്നെ ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ തന്നെ ഈ ഭരണം മാറ്റപ്പെടും. ഇതിനകത്ത് ഇവർക്ക് തന്നെ തിരുത്തേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോകാൻ നമുക്കൊരു റവല്യൂഷന്റെ ആവശ്യമില്ല. ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൽ ചേഞ്ചസ് സാധ്യമാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. അങ്ങിപ്പോ ഈ സ്വയം ഈ പറയുന്ന ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നു, സ്വയം പൂജാതി കാര്യങ്ങൾ വരെ ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിനൊപ്പം തന്നെ പറയേണ്ടതാണ്, അത് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന അവസ്ഥ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പൗരത്വം പൂജാരി കൊടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് പിണറായിയാണ് പറഞ്ഞത്. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഒരു കോടതി പറയുകയാണ്, ഇതിൽ നിങ്ങൾ ഈ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോയിട്ട് തള്ളിയല്ലോ, ആ കാര്യങ്ങളൊക്കെ ന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്നു. അങ്ങനെ തള്ളുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് 135 കോടിയുടെ ഒരു കാര്യമായിരുന്നു. ഇതിപ്പോൾ 1800 ചില്ലുവാനം കോടിയുടേതായിട്ട് ഇപ്പോൾ അത് അധികരിച്ച അടുത്ത നടപടിയിലേക്ക് വരികയാണ്. ഇതേ ആദായ നികുതി വകുപ്പിൻ്റെ പ്രവൃത്തി അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം ഈ കേജ്രിവാളുമായി ബന്ധപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താണ്? അതിൽ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് നിയമപരമായ തടസ്സങ്ങളില്ല അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരിക്കാൻ. ആദ്യം ആ വിവരം കേട്ടപ്പോൾ നമുക്കൊക്കെ ഒരു ആശ്വാസമായത് കേന്ദ്ര സർക്കാർ ഭരണ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ്. പക്ഷേ അതിനുശേഷം ഈ പറയുന്ന വാക്കാലുള്ള പരാമർശങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഗവർണർക്ക് ഇടപെടാം, രാഷ്ട്രപതിക്ക് ഇടപെടാം, അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ കിട്ടുന്ന ക്ലീൻ ചിറ്റ് എന്താണ്? ഇതാണ് അടുത്ത ദിവസങ്ങളിൽ ഇനി ഡൽഹി കാണാനിരിക്കുന്നത്. ഇപ്പോൾ സഞ്ജയ് ഭട്ടിൻ്റെ കാര്യം, സഞ്ജയ് ഭട്ടിൻ്റെ കാര്യത്തിനകത്ത് 90-ലെ കേസ് മോദിക്കെതിരെ മൊഴി കൊടുത്തതിൻ്റെ ഭാഗമായി പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി അകത്ത് പിടിച്ചിടുന്നു. 90 ഈ പറയുന്ന വർഷങ്ങളായിട്ട് അകത്ത് കിടക്കണം. അപ്പോൾ എന്താ 90-കളിൽ തന്നെയുള്ള മറ്റൊരു കേസ് വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വിധി വരികയാണ് സെഷൻസ് കോടതിയുടെ. ആ വിധിയുടെ സവിശേഷത എന്താണ്? ഇപ്പോഴത്തെ ജീവപര്യന്തം അനുഭവിച്ചതിന് ശേഷം അടുത്ത ദിവസം മുതലുള്ള ഈ ജീവപര്യന്തം, അടുത്ത 20 വർഷം. ഇങ്ങനെയാണ് ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നീതി നിർവഹണം ശരിയായ രൂപത്തിൽ പോകുന്നു, അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ശരിയായ രൂപത്തിൽ പോകുന്നു എന്നൊക്കെ പ്രഥമ ദൃഷ്ട്യാ തോന്നുമെങ്കിലും ഈ ഭരണകൂടത്തിന് ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന വളഞ്ഞ വഴികളായി ഇതൊക്കെ മാറുന്നില്ലേ? തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളെ ഏകപക്ഷീയമായിട്ട് തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്, കേന്ദ്ര ഭരണകക്ഷി ചെയ്യുന്നത്, സർക്കാർ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടൊരു സമയമാണ്. ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വന്നൊരു സമയമാണ്. ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് ഏജൻസികളെ പോലുള്ള ആളുകൾ സീതാറാം കേസരിയുടെ കാലത്തുള്ള കണക്കുകൾ നോക്കിയിട്ട് നോട്ടീസ് കൊടുക്കുന്നത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഇലക്ഷൻ്റെ സമയത്ത് അത്തരത്തിലുള്ള പഴയകാല കണക്കുകൾ നോക്കാനുള്ളൊരു സംവിധാനം അത് പിന്നീട് തെരഞ്ഞെടുപ്പ് വരും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുതിയ സർക്കാരുകൾ വരും. ഇപ്പോൾ ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ അന്തരീക്ഷത്തിൽ വളരെ പ്രാചീനമായിട്ടുള്ള കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. അതാ പ്രശ്നം. ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തെ പരസ്യമായിട്ട് വെല്ലുവിളിക്കലാണ്. നിങ്ങൾ പറയുന്ന മാതിരി അവർ രഹസ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത്, വളരെ പരസ്യമായിട്ടുള്ള വെല്ലുവിളിയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ അവർ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കണം. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പുണ്ടായി ഈ 10, 20, 30 കൊല്ലം മുമ്പുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് ഒരു പാർട്ടിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സാറേ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ നടപടിയെടുക്കാൻ പറ്റും? ലവാസയുടെ അവസ്ഥ എന്താണ്? അത് വേറെ വിഷയം, അതൊക്കെ വേറെ വിഷയം. ഇലക്ഷൻ കമ്മീഷൻ ഒരു കമ്മീഷനായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആണ് അവരുള്ളതെങ്കിൽ അവർ ചെയ്യണം. ചെയ്യുന്നില്ലെങ്കിൽ അത് വിഷയം വേറെ. അത് രാജ്യത്തെ ജനങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട്, ജനങ്ങൾ തെരുവിൽ ഇറങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് രാജ്യത്തിന് നല്ലതല്ല, സമൂഹത്തിന് നല്ലതല്ല, നമ്മുടെ ഭാവിക്ക് നല്ലതല്ല. അത് വേറെ ഒരു വിഷയമാണ്. പക്ഷെ അങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ചെക്കുട്ടി സാർ, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് CPM പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം നേരിടുകയാണ് അല്ലേ? ബാലൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഈനാം ബെച്ചി അങ്ങനെയൊക്കെയുള്ള ചിഹ്നം എടുത്ത് മത്സരിക്കേണ്ടി വരുമോ എന്ന അവസ്ഥ പോലും സൂചിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന CPIക്കും CPMനും എതിരെയും ഒക്കെ നോട്ടീസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CPM ഡൽഹി ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, CPI നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ചും ഈ ഇലക്ട്രൽ ബോണ്ടിനകത്തൊക്കെ കൃത്യമായ നിലപാടെടുത്തുള്ളൊരു പാർട്ടി കൂടിയാണ് CPM.
അല്ല, അതിലാണ് പ്രശ്നം. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി ഒന്നാമത്തെ ജനാധിപത്യ ബോധമുള്ള ഒരു കക്ഷി വേണം രാജ്യം ഭരിക്കാൻ. BJPയുടെ പ്രശ്നം, അവർക്ക് രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കുമ്പോഴും മനുസ്മൃതിയിലൊക്കെയാണ് അവരുടെ മനസ്സിപ്പോഴും ഉള്ളത്. ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ കക്ഷിക്ക് ഒരു രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻസാണ് അവർ നേരിടുന്നത്. അവർ ആക്ച്വലി ഡെമോക്രറ്റൈസ് ചെയ്യണം. ഒരു പാർട്ടി എന്ന നിലയിൽ ജനാധിപത്യപരമായ മര്യാദകൾ പാലിക്കാൻ BJP ബാധ്യസ്ഥമാണ്. അവിടെയാണ് പ്രശാന്ത് പത്മനാഭനൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഈ വാജ്പേയിയുടെ BJP അല്ലല്ലോ ശ്രീ NP ചെക്കുട്ടി, അതുകൊണ്ടല്ല. അല്ല, BJP മാറിയിട്ടുണ്ട്. ഗുജറാത്തിലെ കുറേ ആളുകളും കുറേ കച്ചവടക്കാരും കുറേ ഏജന്റുമാരും ബ്രോക്കർമാരും ചേർന്നാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. കോർപ്പറേറ്റ് കമ്പനികളുടെ ഏജൻസികളാണ് ഇന്ന് ഈ രാജ്യത്തെ ഭരിക്കുന്നത്. വാജ്പേയി അങ്ങനെ ആരുടെ ഏജന്റ് ആയിരുന്നില്ല. പക്ഷേ ഇന്നുള്ള ആളുകൾ ചിലരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്ന് മാത്രമല്ല, അങ്ങ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ED കസ്റ്റഡി കാലാവധി അവസാനിച്ച ഘട്ടത്തിൽ കേജ്രിവാൾ സ്വന്തം നിലയിൽ കാര്യങ്ങൾ വാദിച്ചപ്പോൾ, ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുമായി ബന്ധപ്പെട്ട ഭാഗം പറഞ്ഞപ്പോൾ SV രാജു വാദിച്ച വാക്കുകൾ അങ്ങയുടെ മനസ്സിലുണ്ടാകും, അങ്ങയുടെ ഓർമ്മയിലുണ്ടാകും. ആർക്കോ പൈസ കൊടുത്തത് ഞങ്ങളുടെ വിഷയമല്ല എന്ന്. ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് പൈസ ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തതിനെ പറ്റിയാണ് SV രാജു പറയുന്നത്. ആർക്കോ കൊടുത്ത പൈസയെപ്പറ്റി ഞങ്ങൾ അറിയേണ്ടതില്ലല്ലോ എന്ന്. അല്ല, അവിടെ നമ്മൾ ഈ കേസ് യഥാർത്ഥത്തിൽ അവർക്ക് വിഴുങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അവർ കൊത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര സർക്കാർ ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് വഴി അവർ ചെന്ന് പെട്ടിരിക്കുന്നത് അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ്. കാരണം കേജ്രിവാളിനെ പോലൊരു കരുത്തനായിട്ടുള്ള ഒരു ശത്രുവിനെ അവർക്ക് ഒതുക്കി നിർത്താൻ കഴിയില്ല. കേജ്രിവാളിന് രാഷ്ട്രീയമായിട്ട് അതിശക്തമായിട്ടുള്ള പാരമ്പര്യമുണ്ട്, ശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത കുറേ ആളുകൾ, കുറേ ബ്രോക്കർമാരും കുറേ ഏജന്റുമാരും കുറേ കാശുകാരും ചേർന്നിട്ട് രാജ്യം ഭരിച്ചുകൊണ്ട് കേജ്രിവാളിനെ പോലെ ഒതുക്കി നിർത്താൻ ശ്രമിച്ചാൽ അവർ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചേരും. ഈ പർട്ടിക്കുലർ കേസിൽ കേജ്രിവാൾ അതിശക്തമായി തിരിച്ചു വരും. ഇവർക്കത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ PR ശിവശങ്കർ, ഈ EDക്ക് അവധി ദിവസമുള്ളപ്പോൾ IT എല്ലാം ഇങ്ങനെ ഇറങ്ങുന്നത് എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ്. നിങ്ങൾക്ക് ഇത്ര പേടിയാണോ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ എന്ന്? കൂടാതെ ഒരു കാര്യത്തിനോട് അങ്ങയുടെ മറുപടി, രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് അങ്ങ് കണ്ടു കാണുമല്ലോ. വെൻ ദ ഗവൺമെന്റ് ചേഞ്ചസ് ആക്ഷൻ വിൽ ഡെഫിനറ്റ്ലി ബി ടേക്കൺ അഗൻസ്റ്റ് ദോസ് ഹു ഡിസിൻറ്റഗ്രേറ്റ് ഡെമോക്രസി ആൻഡ് സച്ച് ആക്ഷൻ വിൽ ബി ടേക്കൺ ദറ്റ് നോ വൺ വിൽ ഹാവ് ദ കറേജ് ടു ഡു ഓൾ ദിസ് അഗെയിൻ. ദിസ് ഈസ് മൈ ഗ്യാരണ്ടി. അങ്ങയുടെ മറുപടി. വേണു പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും ഉത്തരം സമയമുണ്ടെങ്കിൽ തരാൻ ഞാൻ ടൈം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 3-4 മിനിറ്റൊക്കെ മാക്സിമം കിട്ടാനുള്ളൂ. ഒന്ന് ഞാൻ ക്യാപ്സൂളായിട്ട് തന്നെ പറഞ്ഞു പോകാം. ഒന്ന്, വിശ്വാസമില്ലായ്മ എന്നുള്ളത് ഒരു മാനസിക പ്രശ്നമാണ്, ചിലർക്കതൊരു ആരോഗ്യ പ്രശ്നമാണ്. ഒന്നിനും വിശ്വാസമില്ലായ്മ എന്നുള്ളത് ആരോഗ്യവും മാനസികവുമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ ആ ഒരു ചികിത്സയാണ് നേടേണ്ടത്. ഒന്ന്. രണ്ട്, ഈ പറയുന്ന അജിത് ഗംഗോപാധ്യായെ അഭിജിത്ത് ഗംഗോപാധ്യായ ഈ രാഷ്ട്രവിരുദ്ധമായത് അല്ലെങ്കിൽ കോൺഗ്രസിന് വിരുദ്ധമായത് അഭിജിത്ത് ഗംഗോപാധ്യായ അദ്ദേഹത്തിൻ്റെ ഏതാണെന്ന് ലിജോ പറയേണ്ടതായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ചേക്കുട്ടി പറഞ്ഞത്, അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്, തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും BJP അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ആദ്യം ചോദിച്ചത്. ഇപ്പോൾ പറഞ്ഞത് ജനാധിപത്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ വിവരമൊന്നുമില്ല. അത് ചേക്കുട്ടി സാറിൻ്റെ അടുത്ത് നിന്ന് ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് അദ്ദേഹം ഒന്ന് ക്ലാസ് എങ്ങാനും എടുക്കണമെങ്കിൽ ഞാനെങ്ങാനും പോവാം. ഇനി അദ്ദേഹത്തിന് വല്ല സ്പെസിഫിക് ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ പഠിക്കണമല്ലോ അതിനെക്കുറിച്ചും. ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ അത് തെറ്റാണെങ്കിൽ തിരുത്താനും തയ്യാറാണ്. അദ്ദേഹം ഒരു അപ്പോയിൻമെൻറ്റ് തന്നാൽ ഞാൻ പോയി പഠിക്കാൻ തയ്യാറാണ്. രണ്ട്, ഈ അഭിജിത്ത് ഗംഗോപാധ്യായയുടെ കാര്യം പറഞ്ഞപ്പോൾ ലിജോ, കൃഷ്ണയ്യരും EMS മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചും കൂടി ആണോ ഇതൊക്കെ പറയുന്നത്? അതുപോലെ ശ്രീ KM മാണിയും K കരുണാകരനും കേരളത്തിലെ ജഡ്ജിമാരെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവർക്കൊന്നും ഓർമ്മയുണ്ടെങ്കിലും വേണുവിന് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതെല്ലാം പറയാം. പിന്നെ പറഞ്ഞത് വേറൊരു കാര്യം, ജനങ്ങളുടെ നയം പാർട്ടി നയമാകുന്നു, പാർട്ടി നയം സർക്കാരിൻ്റെ നയമാകുന്നു, സർക്കാരിൻ്റെ നയം ഭരണഘടനയാകുന്നു. ഇതല്ലേ ജനാധിപത്യത്തിൽ വേണ്ടത്? ഇതിന് എതിരാണെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കോടതിയിൽ കേസ് കൊടുത്താൽ പിറ്റേ ദിവസം വിധി വരണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് പാവം വേണുവും ഇരിക്കുന്നത്. ഞാനൊരു പ്രധാനപ്പെട്ട കണക്ക് പറയാം. ലിജു എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നുള്ളത്. PSC അതല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ BJP വിറ്റുതൊലയ്ക്കുന്നു എന്ന കണക്ക് സ്ഥിരമായി CPM പറയാറുണ്ട്. ഇപ്പോൾ പാവം ലിജുവും ഏറ്റു പറയുന്നുണ്ട്. 2000
2010 മുതൽ 2014 വരെയുള്ള PSC സർവേ ഞാൻ പറയാം. ഉണ്ട്, എടുത്ത് പഠിച്ചു നോക്കൂ. 35% മുതൽ 70% വരെ PSC സർവേയിൽ കേന്ദ്ര സർക്കാർ, അന്നത്തെ UPA സർക്കാർ വിറ്റിട്ടുണ്ട്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. BJP നടത്തിയിട്ടുള്ളത് 2014 ഏതാണ്ട് 8.85 ലക്ഷം കോടി രൂപയാണ് UPA സർക്കാർ PSCക്ക് നൽകിയിരുന്നെങ്കിൽ, പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകിയിരുന്നെങ്കിൽ. 2024 നൽകിയത് ഏതാണ്ട് 25.35 ലക്ഷം കോടി രൂപ, 3 ഇരട്ടി. 8 ലക്ഷം കോടി കൊടുത്തപ്പോൾ 25 ലക്ഷം കോടിയാണ് ഇന്ന് 2024 കൊടുക്കുന്നത്. ആരാണ് പൊതുമേഖലയെ തകർക്കുന്നത്? ഇത് കേരളത്തിലെ കണക്കെടുത്ത് നോക്ക്. കേരള സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫ് കേരള പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 33,865 കോടി രൂപ UPA കാലഘട്ടത്തിൽ കൊടുത്തെങ്കിൽ BJP സർക്കാർ നൽകിയത് അവസാനം 73,290 കോടി രൂപ. ആരാണ് PSC തകർക്കുന്നത്? ഇതിൻ്റെ ദീർഘമായ കണക്ക് എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ പബ്ലിക് മേഖലയെ, പൊതുമേഖലയെ തകർക്കുന്നത് BJP ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വിചാരിക്കരുത്. PSCയുടെ സർവേകൾ, നിങ്ങൾ തന്നെ ഇറക്കിയ സർവേകൾ, സംസ്ഥാന സർക്കാരിൻ്റെ സർവേകൾ ഈ കണക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഓരോ കണക്കുകളും ഇവർ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. ശരിയായ കണക്കുകൾ ഡിഗ് ചെയ്ത് പുറത്തു വരാൻ സമയമെടുക്കും. ഇപ്പം ഇത്ര സമയം കിട്ടാൻ ഞാൻ മറ്റുള്ള എല്ലാം മാറ്റിവെച്ചിട്ട് ഈ 2 കണക്കുകൾ പറഞ്ഞതാണ്. അതുകൊണ്ട് വിശ്വാസമില്ലായ്മയും ജനാധിപത്യ ബോധവും ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ ഈ തരത്തിലുള്ള കണക്കുകളോട് മനസ്സിലാക്കണം. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം പറഞ്ഞത് കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിധി വരണം എന്നുള്ള വാശി എന്തിനാണ്? ഇവർക്ക് കോടതിയിൽ പോകാൻ വരുന്നല്ലോ. പിന്നെ ഞാൻ പറഞ്ഞത്, അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിനെ കുറിച്ച്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ട്വീറ്റ് ചെയ്യാവുന്നതാണ്. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇതിൽ തെറ്റായ നടപടി ഉണ്ടെങ്കിൽ നടപടി എടുക്കണം. നരേന്ദ്രമോദി 2000 തിരഞ്ഞെടുപ്പിന് ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് 10 മണിക്കൂറിട്ട് ക്വസ്റ്റ്യൻ ചെയ്താണല്ലോ. ഞങ്ങളത് ജനാധിപത്യം. ശരി, അവസാനമായി ലിജുവിന് അവസരം. ശരി ശിവശങ്കർ, അവസാനമായി ലിജു. സമയം കഴിയുകയാണെങ്കിലും ലിജു വേഗം. ഞങ്ങൾ ഇവിടുത്തെ ഭരണഘടന തകർന്നു എന്ന് പ്രകടനം നടത്തിയില്ലല്ലോ. ഞാൻ പറയട്ടെ, രാജ്യത്തിന്റെ അഭിമാന, ശേഷങ്ങനെ പറഞ്ഞു കഴിഞ്ഞല്ലോ, രാജ്യത്തിന്റെ അഭിമാന സ്ഥാപനമായിരുന്ന ഭാരത് അലൂമിനിയം കമ്പനി ബാൽക്കോ, ഹിന്ദുസ്ഥാൻ സിങ്ക് രണ്ടും കൊടുത്ത സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസിന്, ഇൻഡോ പെട്രോ കെമിക്കൽ കോർപ്പറേഷൻസ് ലിമിറ്റഡ് റിലയൻസ് ഇൻഡസ്ട്രീസിന്, BSNL വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് കൊടുത്തത് ടാറ്റ ഗ്രൂപ്പിന്. 35 പബ്ലിക് സെക്ടർ യൂണിറ്റുകളാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSU യൂണിറ്റ്സുകളാണ് BJP സമീപകാലത്ത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തത്. അതിൽ 2021 തന്നെ ടാർഗറ്റ് 22ആയി. ഈ 2024 ആയപ്പോൾ 35 പ്രധാനപ്പെട്ട BSNL ഉൾപ്പെടെ ടാറ്റയ്ക്ക് കൈമാറിയ ആളുകളാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? പ്രധാനപ്പെട്ട പോർട്ടുകൾ. ഞാൻ പറയുമ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഈ അവസാന സമയത്ത് ബഹളം വെക്കാതെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റും സെയിലും രണ്ടല്ലേ? പരിപൂർണമായ ഓഹരിയിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് പരിപൂർണമായി കൈമാറുന്ന ഒരുപോലെയാണോ? രാജ്യത്തെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ, രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പോർട്ടുകൾ, പ്രധാനപ്പെട്ട മൈനിങ് സെക്ടറുകൾ, അതുപോലെ പെട്രോളിയം സെക്ടർ, 35ഓളം PSU, വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഉൾപ്പെടെയുള്ള വിസാഖ് സ്റ്റീൽ പ്ലാന്റിന്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ല, നിങ്ങൾ വിറ്റ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു സത്യമല്ലേ? നിങ്ങൾക്ക് ഈ കിട്ടുന്നതിന്റെ ഏറ്റവും പ്രധാന ഷെൽ കമ്പനികൾ എങ്ങനെയാണ് വിദേശത്ത് രൂപീകരിക്കപ്പെടുന്നത്? നരേന്ദ്രമോദി പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളല്ലല്ലോ നമ്മുടെ വിഷയമായിട്ട് വന്നത്. ശരി, സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.